അല്ല ചെക്കന്റെ ശുദ്ധജാതകാണോ? ശുദ്ധജാതകാണെങ്കിൽ എളുപ്പമല്ല. ഇത് നോക്കിയാലേ അറിയോ. എവിടെയാണോ? ഇവിടെ അടുത്ത് തന്നെ. എന്താ പോന്നേ? അത് പണിക്കരേ, ചെക്കന്റെ ജാതകം നോക്കാച്ച് വന്നതാ. ചെക്കൻ എവിടെ പോയാലും ഒന്നും ശരിയാവണില്ല. അപ്പൊ ഒന്ന് നോക്കണം. വേറൊരു പ്രശ്നമുണ്ടല്ലോ, ഇപ്പൊ വന്ന സമയം പറ്റിയില്ല. ഇപ്പൊ നോക്കണ സമയമില്ല എപ്പോഴും. അങ്ങനെ പറയല്ലേ പണിക്കരേ, ഇതൊന്ന് നോക്കി തരണം. കുറച്ച് ദൂരന്നാ വരുന്നതേ. ഇതിന് 2 കുറിപ്പുണ്ടല്ലോ. ഞാൻ ദിവസം ഒരു കുറിപ്പ് നോക്കും. ഇത് കയ്യിൽ വെച്ചോളൂ. ആക്കാനുണ്ട് വരും ഒരു 2-4 കുറിപ്പായിട്ട്. എന്നിട്ടോ അത് നോക്കി കഴിഞ്ഞാൽ 10-200 തരും. അവരാ പോകും. അത് നോക്കി തരും പണിക്കരേ. ഇതിലേ ഒരു കുഴപ്പമുണ്ട്. ഇത് ശുദ്ധജാതകമാണ്. ഒരു 16 കൊല്ലം കഴിഞ്ഞാൽ ഒരു ദശാസന്ധി വരണ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കുകയാണ് നല്ലത്. അത് പണിക്കരേ, ചെക്കൻ ഇപ്പൊ 10-33 വയസ്സായി. ഇതൊന്ന് ശരിയാക്കി തരണം. എങ്ങനെ എനിക്കിതിൽ കാണുകയെ പറയാൻ പറ്റുള്ളൂ. കൂട്ടിച്ചേർക്കണ പരിപാടി നമുക്കില്ല. അതിനൊരു പരിഹാരം ഉണ്ടല്ലോ. ആ പരിഹാരം തന്നെ എനിക്ക് വേണ്ടത്. പൈസ അവിടെ വെച്ചോളൂ. ഇത് ധൈര്യമായിട്ട് എടുക്കാട്ടോ. അല്ല പണിക്കരേ, എന്തോ ഒരു ദശാസന്ധിയുടെ കാര്യം പറഞ്ഞു. എടോ, ഇത് 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് ദശാസന്ധി. അതിനുള്ള പരിഹാരം ഇതിലുണ്ട്. എടോ, ഇത് ഉത്തമമായിട്ടുള്ള ജാതകമാണ്. ഇത് എടുക്കാം, യാതൊരു പ്രശ്നവും ഇല്ല.